ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി ഗ്യാതറിംഗ് ആണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് അവിടെ ട്രീ ഒക്കെ വന്നിട്ടുണ്ടായി, ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഫാമിലി കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ കുറേ നാളെങ്കിൽ തോന്നുന്നു 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ക്രിസ്മസിന് ഇവിടെ ഇല്ല. ഈ ഒരു സമയത്തൊക്കെ ഞാൻ മസ്കറ്റിലായിരുന്നു കഴിഞ്ഞ 2022-23. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലെ വൈബും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബാക്കിൽ മമ്മി ഐസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനത്തെ മമ്മിയും കമ്മും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഐസത്തിൻ്റെ ചിരി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എപ്പോൾ ദീദിയുടെ ഫോൺ കണ്ടാലും അപ്പം ചിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ നല്ല അടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. എനിക്ക് പിന്നെ ഇങ്ങനെ സ്ക്രൂ കയറ്റിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമല്ല. ഒന്നാമത് എന്നെ പേടിയാണ്, പിന്നെ വലിയ ഇഷ്ടമില്ല. ഞാനില്ലാത്ത സമയത്ത് ഇതിന് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. എന്നെ വിളിക്കണോ, ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അവനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ മൈൻഡ് പോലും ചെയ്യാണ്ട് ഇങ്ങോട്ടും പോവുക. പക്ഷെ നമ്മൾ പറയണ, എന്നെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പുന്നായിരിക്കും ഒരു ഉമ്മതാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യും. പക്ഷെ പൊതുവേ എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് പേടിയാണ്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇവനെ സ്ക്രൂ ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവനൊരു പേടിപ്പിച്ച് അവൻ്റെ നെസന്ന് ഓട്ടുണ്ട്, അതൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. പുന്നായിരിക്കുകയും ചെയ്യും, അങ്ങനെയല്ല. എന്നാൽ കൂടി കൂടുതൽ ഞാനിങ്ങനെ സ്ക്രൂ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും പറയും, വേണ്ടടി പാവം പേടിച്ചിരിക്കണേണെന്നൊക്കെ പറയും. അപ്പോൾ അത് എൻ്റെ ഫോൺ കാണുമ്പോഴത്തേക്കും അവൻ നോക്കിയിട്ട് ഇപ്പോഴും വീണ്ടും പാവം ഇങ്ങനെ ചിരിച്ചിരിക്കും. അപ്പോൾ വൈകുന്നേരം ചെറുതായിട്ട് വെയിലാറിയ സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കസിൻസൊക്കെ നേരെ ഫോർട്ട് കൊച്ചി വെളിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ട്രീ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം റെഡ് ആയിരുന്നു, അപ്പോൾ ഈ പ്രാവശ്യം ബ്ലൂ ആയിരുന്നു. ഞാൻ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി വെളി എത്തി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. അതായത് മെയിൻ റോഡ് വഴി വരണ്ട, ബാക്കിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഞങ്ങൾ കസിൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇറങ്ങുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഇത്രയും നേരത്തെ തന്നെ നമുക്ക് വരും. ഈ ഒരു സമയത്ത് പൊതുവെ ആരും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആരും ഇല്ലാത്ത ആ കാമായിട്ടുള്ള വ്യൂവും പിന്നെ നൈറ്റ് പിന്നെ എന്തായാലും ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം മൊത്തം ബ്ലോക്കും, നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണെന്ന് രാത്രി. അപ്പോൾ അതേ കണ്ടില്ല, നിറച്ച് പോലീസാണ് കേട്ടോ. റോട്ടിൽ ചെക്കിങ്ങും പോലീസൊക്കെയാണ്. അപ്പോൾ അതേ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായി. പക്ഷേ ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ രാത്രി ആവണേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളൊക്കെ അതേ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കയറിയിട്ട് ഇനി വന്ന് കയറിയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മേടിക്കാമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉപ്പിലിട്ടതും സംഭവങ്ങളൊക്കെ. അതേ പച്ചമാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വെളി ഗ്രൗണ്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴൊന്നും വെഹിക്കിൾസ് ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. പോലീസുകാർ വന്ന് മാറ്റുന്നുണ്ടായിരുന്നു. ബെറ്റർ നമ്മൾ വരികയാണെങ്കിൽ 2 വീലറിന് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്ത് തന്നെയാണ് കുഴപ്പമില്ല. തിരിച്ച് പോകാൻ നേരത്ത് ഭയങ്കര ബ്ലോക്കായിരിക്കും. രാത്രി ഫുൾ ക്രൗഡും ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു സംഭവമൊക്കെ രാത്രി ലൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല, അധികം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അമ്മേനോട് പറയാറുണ്ട്, ഞാൻ പറഞ്ഞല്ലേ കുറച്ചും കൂടെ താമസിച്ചിട്ട് ഇറങ്ങിയാൽ മതി. എൻ്റെ നിർബന്ധമായിരുന്നു കുറച്ച് നേരത്തെ വന്നെ, എനിക്ക് ഈ ഒരു സമയത്തെ വ്യൂവും രാത്രിത്തെ വ്യൂവും കാണണമെന്ന്. അങ്ങനെ പറഞ്ഞിരിക്കതേ ഷായാൻറ്റി വന്നിട്ടുണ്ട്. ഷായാൻറ്റി, നൂറേം അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസത്തിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം തന്നെ വരും. എല്ലാവരും കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തി എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു. ഷായാൻറ്റിയുടെയൊക്കെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മളെങ്ങാട്ടി അടുത്താണ്. പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഐസത്തിന് ചിക്കു ഫ്ലേവർ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു വെച്ചത്. പിന്നെ പിള്ളേരുടെ ആരും പറയണ്ടല്ലോ, ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് ഐസ്ക്രീം, ലോലിപോപ്പ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നൂറയും അനിയനും ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരുടെയും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാക്സിമം ഞാൻ ഇന്ന് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ മെമ്മറി ആയിട്ട് ഇങ്ങനെ വേണമായിരുന്നു. അപ്പോൾ അതേ ചെറിയ ഇങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ വിൽക്കണവരൊക്കെ വന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സംഭവങ്ങളും കൂടുതൽ ലൈറ്റിൻ്റെ സംഭവങ്ങളാണല്ലോ വന്നേക്കുന്നത്. നമ്മുടെ എസ്പെഷ്യലി ടോയ്സൊക്കെ
അതായത് ഹെയർ ബോയിൽ ചെറിയ ചെറിയ ലൈറ്റ്സ്, ടോയ്സിൽ ലൈറ്റ്, അങ്ങനെ മൊത്തം ലൈറ്റിൻ്റെ ഇതായിരുന്നല്ലോ. അപ്പോൾ അതേ നമ്മുടെ മെയിൻ ആശാൻ ക്രിസ്മസ് ട്രീ അവിടെ എല്ലാം ഡെക്കോറൊക്കെ ചെയ്ത് സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്നും അതൊന്ന് പോയി ഫസ്റ്റ് കാണാമെന്ന് പറഞ്ഞു. ആ പൈസം അവരായിട്ട് സെറ്റൊന്നും ആയിട്ടില്ല, അവർ കൈപിടിച്ച് നടത്തേണ്ട, ആൾക്ക് വലിയ അങ്ങനെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അബ്ബാടെ മൂത്ത പെങ്ങളായിട്ട് അമ്മായിയും ഫെബിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ബിഗ് ട്രീയുടെ ഡെക്കോർ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണത്. ഫുൾ നമ്മുടെ ചെറിയ ചെറിയ സീരിയസ് സെറ്റാണ്, ബ്ലൂ കളർ ഫുള്ളാണ്. പക്ഷെ അടിയിൽ എങ്ങനെയൊക്കെയാണ് ഹാങ്ങിങ് വന്ന സംഭവങ്ങളൊക്കെ ഇല്ല. നമുക്ക് അറ്റത്ത് നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ, വിഷൻ അത്ര അങ്ങോട്ട് ഇതാവില്ല. അപ്പോൾ അരികിലേക്ക് പോയിട്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനപ്പോൾ ചെറിയ സ്റ്റാർ, പിന്നെ ബെല്ല്, പിന്നെ ഒരു ബോൾ പോലത്തെ സംഭവം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അമ്മ പറയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇനി അങ്ങോട്ട് കൂടുതലുണ്ടായി, ചെറിയ ചെറിയ സാൻഡ ഇല്ലേ, നമ്മുടെ സാൻഡയും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ കുറച്ച് കുറവാണെന്നൊക്കെ പറയണ്ടായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും കാണാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കഴിഞ്ഞതിൻ്റെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തൊന്നും കാണാത്തതുകൊണ്ട് എനിക്കിത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ രാത്രിത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ ടോയ്സൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഐസത്തിൻ്റെ വിചാരം ഇതെല്ലാം വെറുതെ വെച്ചേക്കണേണ്. അവനിക്കപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി പിടിക്കായിരുന്നു ഐസം. നോക്കിയപ്പോഴാണ് ഇതൊക്കെ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ്സ് യുണൈറ്റഡ് ബിഗ് ട്രീ ഫെസ്റ്റിവൽ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയിൽ ഏറ്റവും ബിഗ് ട്രീ ഇതാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സാൻഡ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ സാൻഡേനെയും കത്തിക്കുമെന്ന് പറയണ്ട കേട്ടോ, December 31, അല്ലെങ്കിൽ ബീച്ചിലെ മാത്രം കത്തിക്കാറുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം 2 സാൻഡേനെയും കത്തിക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. എനിക്കറിയില്ല, പേപ്പറിൽ അങ്ങനെ കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇനി ഫോട്ടോസ് എടുത്ത് ഞാനാണ് കേട്ടോ മെയിൻ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. ഫോട്ടോ എടുക്കും, പ്ലസ് അതോടൊപ്പം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരെയും ഓരോരോ മൊമെൻറ്റ്സും ഞാൻ വീഡിയോ ആയിട്ടും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആൾക്കാർ കുറച്ച് പേര് 2 പേരും കൂടെ കൂടി, പിന്നെ എല്ലാവരും കൂടെ വെച്ചിട്ട് ഞാൻ വീഡിയോസും ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്, വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മണി എന്ത് വേണോന്ന് പറ. ഐസത്തിന് എന്താ വേണ്ടത്? എന്ത് വേണോ? ബലൂൺ, ബോള്. ഐസത്തിന് ഇവിടെ ഫ്രണ്ടിൽ നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഐസത്തിന് എല്ലാം വേണം. രാത്രി ആകുമ്പോഴായിരിക്കും എല്ലാം ഭംഗി കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഐസത്തിന് മേടിച്ചു തരാം കേട്ടാ. എന്താ വേണ്ടത്? ഇത് മേടിച്ചു തരാം കേട്ടാ ഐസത്തിന്. നോക്കിക്ക, എന്ത് വേണോന്ന് പറ. ഇത് വേണാ? മേടിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റൊന്നും ആവാനായിട്ടില്ല. ലൈറ്റൊക്കെ ആകുമ്പോഴായിരിക്കും നല്ല അടിപൊളി. ഇപ്പോൾ സാധാ ഇതുപോലെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഞങ്ങൾ വന്നതിനും കാട്ടി ആൾക്കാരൊക്കെ ഈ ഒരു ഇരുട്ട് സമയമാകുമ്പോഴാണ് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മായിക്കും ഒക്കെ കാലുവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കുറച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ കോർണേഴ്സിലായിട്ട് ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം വന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്രീയുടെ ലൈറ്റൊക്കെ അവർ ഓൺ ചെയ്തത് 6:30 ഒക്കെ, അതായത് ഇരുട്ടാവുമ്പോഴേ ഓൺ ചെയ്യുള്ളൂ. അപ്പോഴായിരിക്കുമല്ലോ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റണത്. മര്യാദ ചിരിക്ക്. നമ്മിപ്പോൾ എന്തൊക്കെയാ മേടിക്കാൻ പോണെന്ന് പറഞ്ഞു കൊടുത്തേ. ബോള്, ഐസ്ക്രീം, പിന്നെ എന്തൊക്കെ മേടിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ട് ആ ഗ്രൗണ്ടിൽ, അതായത് ട്രീയെ ഫേസ് ചെയ്തോണ്ട്. അപ്പം ഞാനും അതിൻ്റെ ആ കറക്റ്റ് ഒരു മിഡിൽ പോർഷനിൽ ഞാനും, കാരണം ഇനി വന്നാൽ നമ്മൾ ആ കോർണറിൽ ഇരുന്നാൽ പറ്റില്ല. പിന്നെ അപ്പം ഞാനും എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇരുത്തി. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ടൈമായി ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ഇങ്ങനെ ലൈറ്റ് വന്ന ടോയ്സ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ കണ്ടില്ല, ട്രീനെ ഫേസ് ചെയ്ത് അതിൻ്റെ കുറച്ച് മിഡിൽ പോർഷനിലായിട്ടാണ് കേട്ടോ ഞങ്ങളും വന്നിട്ട് അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഐസത്തിന് പറ്റില്ലല്ലോ, മീൻസ് ഗേൾസ് അല്ലേ ഇരുന്നത്, ബേബി അങ്ങനെയല്ലേ ഇടുന്നത്. പക്ഷെ ഞാൻ ഐസത്തിനും വെച്ച് നോക്കിയിട്ടോ, അവൻ ആദ്യമായിട്ട് കാണണമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു റാബിറ്റിൻ്റെ ഒരു ഹെയർ ബോ.
വിത്ത് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഫെദറിൻ്റെ ഒക്കെ ഈ ഒരു കൊച്ചെടുക്കുന്ന ഫെദറിൻ്റെ ഒക്കെ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഷോൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഐസത്തിന് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ കൊച്ചിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. അപ്പോഴും ടൈം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 6:30 എന്ന് പറഞ്ഞാൽ 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അതായത് സ്റ്റാർട്ടിങ് ഡേയിൽ മാത്രമേ അവരിങ്ങനെ അനൗൺസ് ചെയ്ത് 10, 9, 8 എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ട് ട്രീയുടെ ലൈറ്റ് ഓൺ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഡേയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഓൺ ചെയ്യലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴായിരിക്കും ഈ ലൈറ്റ് ഇടണേ, എങ്ങനെ മീൻസ് എത്ര നമ്പർ ഫോണിൻ്റെ ക്യാമറ തുറന്നു വെച്ചിരിക്കുക, ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല. അവിടെ ഇരിക്കണവരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 6:30 എന്നാണ് അവർ ടൈം പറഞ്ഞിട്ടുണ്ടായത്. അവിടെ ആ ഒരു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിന് കുറേ നേരം ഐസമ്മോ നോക്കിയിരിക്കണം. അപ്പോൾ ഐസമ്മോനെ ഇത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ മേടിച്ചു കൊടുത്ത് അവൻ അതൊക്കെ നോക്കി അവനെയൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, ട്രീ ഇപ്പം ലൈറ്റ് കത്ത്. അപ്പോൾ അതിൻ്റെ ഒരു അനക്കവും. പിന്നെ ഞാൻ അവനായിട്ടൊക്കെ കളിപ്പിച്ച് അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനതൊക്കെ നോക്കി അവനെയും കളിപ്പിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ട്രീയുടെ ലൈറ്റ് വന്നത്. അതും ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ലൈറ്റ്സൊക്കെ അവർ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടം വെച്ചാണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതേ ഓരോരോ ഇനി ലാസ്റ്റത്തെ ആ ഏരിയ കൂടെ കഴിഞ്ഞാൽ അതെ നമ്മുടെ ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആൾക്കാർ ഓടണമായിരുന്നു ട്രീയുടെ ഉള്ളിലേക്ക്. നമുക്ക് അധികം വെച്ചാൽ ഇത്രയും നേരം ഈ ഫ്രണ്ടിലൊന്നും ആളുണ്ടായിരുന്നില്ല. ഈ കറക്റ്റ് സമയത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ആൾക്കാരൊക്കെ അടുത്തേക്ക് പോയിട്ട് ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ മൊത്തം ഒരു ബ്ലൂ ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ കളറ് ഒരു ക്രീം കളർ ഡ്രസ്സൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റൊക്കെ നമ്മുടെ മുഖത്ത് വരുള്ളൂ. ഡാർക്ക് കളർ ഷെയ്ഡൊക്കെ ഇട്ടവർക്ക് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ഇതില്ല. അപ്പോൾ പിന്നെ അത് ഇത്താത്ത മക്കളും ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ടായി. ഇത്താത്ത ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്താത്തയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ പോവാം. അപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാരെല്ലാം ട്രീയുടെ ട്രീ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയേക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ആൻറ്റിയാണ് ഫസ്റ്റ് പോകണത്. അവരൊക്കെ അവിടെ വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ട്. ഞാനും ആൻറ്റിയും ഫസ്റ്റ് അങ്ങോട്ട് ചെന്ന് ലൈറ്റൊക്കെ വന്നിട്ട് ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കമ്മു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ലൈറ്റൊക്കെ കണ്ടിട്ട്. മൂണാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് പിടിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആൻറ്റി ആയിരുന്നു ഫസ്റ്റ് ട്രീയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ അതേനിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേന് കുറച്ച് ക്ലിപ്സും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കസിൻസൊക്കെ ആയിട്ടുള്ളൊരു മീറ്റപ്പാണ്. കുറച്ച് നാൾക്ക് ശേഷം ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് പോയില്ലായിരുന്നോ പാലക്കാട്, അപ്പോഴായിരുന്നു ഞാൻ കസിൻസിനൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വർക്കും കാര്യങ്ങളൊക്കെ ആകെ ഒരു സൺഡേയാണ് കിട്ടണത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ 2 വീക്ക് ആലുകയാണെങ്കിൽ പിന്നെ 3 വീക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ മാറിയൊക്കെയാണ് നിൽക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ടൊക്കെ മൊത്തം ഇങ്ങനെ ക്രൗഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അധികം നേരം ട്രീയുടെ അടിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനും ഇല്ലല്ലോ. കുറച്ച് എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലെ ഡെക്കോറും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മമ്മക്ക് പക്ഷേ കഴിഞ്ഞ വർഷത്തെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് കളർ വന്നിട്ട് ഉള്ളിൽ കുറച്ചും കൂടെ ഹാങ്ങിങ്സ് ഒക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ബിഗ് ട്രീ എല്ലാം കണ്ട് ഞാൻ നല്ല ഹാപ്പിയായേ. അങ്ങനെ ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് തിരിച്ചിറങ്ങി. കാരണം അവിടെ ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ. നമുക്ക് പിന്നെ ട്രീ ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണുള്ളത്. പിന്നെ തിരക്കും കൂടി വരുന്നു. നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും നമുക്ക് കാണാനുള്ളതൊക്കെ കണ്ടും കഴിഞ്ഞു. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ നടന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ വേറെ കുറച്ചിങ്ങനെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മെയിൻ തിങ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ, ഈ ഒരു ട്രീ ഡെക്കോർ തന്നെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ട്രീയുടെ ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് മീൻസ് റഷ് വരുന്നത് കൂടുതലും. എല്ലാവരും വന്ന് നേരെ ഫോൺ ഇതൊക്കെ ആയിട്ട് ട്രീയുടെ അങ്ങടെ വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡിന്നർ പ്ലാനും ഉണ്ട്. അപ്പോൾ കസിൻസൊക്കെ നേരിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്നാണ് പറഞ്ഞു വെച്ചത്. എൻ്റെ അനിയന്മാരും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരും. ബിക്കോസ് അവർക്ക് ആമ്പിള്ളേർ ഫ്രണ്ട്സൊക്കെ ആയിട്ടല്ലേ ഇവിടേക്ക് വരുള്ളൂ. അപ്പോൾ അവരൊക്കെ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ചാട്ട്സ്, പല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചാന മസാല ഉണ്ടല്ലോ, അതായിരുന്നു. ഇത് കപ്പലിൻ്റെ ഇട്ട് വിൽക്കാറുണ്ട്, അത് നല്ല ടേസ്റ്റ്. ഇത് വെറുതെ കടലയിലായിരുന്നു കേട്ടോ. ചേട്ടന് അത് വേണോ? അപ്പോൾ കമ്മൂക്കാണെങ്കിൽ ഏതോ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഫോൺ കണ്ടിട്ടാണ് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ബബിൾ ഗണ്ണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് മതിയായിരുന്നു അവന്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇങ്ങനെ ഒരുപാട് ബബിൾസ് ഉണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ സന്തോഷമല്ലേ, ഫോൺ എന്തോ കണ്ടിട്ട് പിന്നെ അതും വെച്ചായിരുന്നു അവൻ്റെ കളി. പിന്നെ നമ്മൾ വന്ന വഴി കാണാത്ത ചെറിയ ഷോപ്സൊക്കെ, അതായത് ഇങ്ങനെ വണ്ടിയിൽ വിൽക്കണില്ല, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സൺഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരില്ല. അപ്പോൾ എല്ലാവരും കൂടുതൽ ഫോട്ടോസ് ഇതൊന്നും അത്ര ഭംഗിയില്ല. നമുക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. ഹലോ വിളിച്ചേ. ഹലോ വിളിച്ചേ. ആദ്യം ഈ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ ഒരു ഏരിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി ലൈറ്റൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ നല്ല ഭംഗി അറിയാമെന്ന്. അപ്പോൾ ചെറിയൊരു റെയിൻബോ തീമിലായിരുന്നേ ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ കളർ പീരിയോഡിക്കലി ഇങ്ങനെ കളർ ചേഞ്ചിങ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വെഹിക്കിൾസൊക്കെ കൊണ്ടുതന്നെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. മൊത്തം ബ്ലോക്കായിരിക്കും രാത്രി ഈ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ബ്ലോക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ സോൾട്ടിലാണ് കേട്ടോ. സോൾട്ട് റെസ്റ്റോറൻറ്റിലാണ്. സോ അങ്ങനെ ഞങ്ങൾ വന്ന വഴി ഐസം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അനിയൻ വന്ന് എണീപ്പിക്കാനുണ്ട്. ബിക്കോസ് അവനല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കില്ല. ആ ഒരു ഉറക്കത്തിൻ്റെ ഇതിൽ അങ്ങനെ നിൽക്കും.
പിന്നെ അവൻ്റെ ഫോണൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവൻ വേഗം എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്തമ്മായി, പിന്നെ അമ്മായിയുടെ മോള് മൂത്തുമ്മ. പിന്നെ അതായത് ഇതെൻ്റെ അബ്ബാടെ അനിയനാണ് കേട്ടോ, ഏറ്റവും ഇളയതിൻ്റെ മൂത്തത്. അങ്ങനെ അനിയൻ. അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വീട് അടുത്തടുത്ത് തന്നെയാണ്, ഒരു 10-15 മിനിറ്റ്. പിന്നെ ആകെ ഫോട്ടോച്ചിലുള്ള, അതായത് ഷായാൻ്റിയുടെ ഒക്കെ വീടേ കുറച്ച് ലോങ് ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ മൂത്തുമ്മാടെ വീടും ഇടക്കൊച്ചിയാണ്. ബാക്കി എല്ലാവരും ഈ ഒരു ലൊക്കാലിറ്റി ബേസ്ഡ് ആണ്, പെട്ടെന്ന് തന്നെ എത്തിക്കോളൂ ഇവിടെ. അങ്ങനെ അതേ ഇക്കാക്കയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് ആൺപിള്ളേരെല്ലാവരും ബോയ്സ് എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടായിരുന്നു ഡയറക്റ്റ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അതേ നമ്മുടെ അമീറും സല്ലും ഒക്കെ എത്തി. പിന്നെ അതേ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു, ഓരോരുത്തർക്ക് വേണ്ട ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നീണ്ട ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എന്തോ ആയി ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ട്. ഭയങ്കര ലേറ്റായിരുന്നു. ഇവിടെ അതേപോലെ നല്ല തിരക്കുമായിരുന്നു. നമുക്ക് അവരെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. നല്ല തിരക്കുമായിരുന്നു, അതേപോലെ നല്ല സ്ലോ ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടാകും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സോൾട്ടി വന്ന ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് ആ ഒരു തോപ്പുംപടി ബ്രിഡ്ജിൻ്റെ നല്ല വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. പക്ഷേ അവിടെ ഇത്രയും പേര്, എനിക്ക് തോന്നുന്നു ഒരു 30, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു 30 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അത്രയും പുറത്തില്ല, അതുകൊണ്ടാണ് അകത്ത് കയറി കഴിച്ചത്. ഇവിടുത്തെ വ്യൂ ഇങ്ങനെ നല്ലൊരു പീസ്ഫുൾ വ്യൂ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒരു എൻട്രൻസിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ബാക്കി കുറച്ച് കസിൻസൊക്കെ പോയി. നമ്മളെ ലോങ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി, മുത്തുമ്മയൊക്കെ പോയി. ബാക്കി ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.